അറിയാതെ തന്നെ നിങ്ങളൊരു അധോലോകത്തിൻ്റെ ഭാഗമായിട്ട് മാറും. മയക്കുമരുന്ന് അധോലോകത്തിൻ്റെ. സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ NDPS കേസ് അഥവാ മയക്കുമരുന്ന് കേസിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തിനാണ് നിങ്ങൾ പറയുന്നത്? സെക്കൻഡ് ഹാൻഡ് വണ്ടി വെച്ച് എങ്ങനെയാണ് മയക്കുമരുന്ന് കേസിൽ പിടിക്കുന്നത്? നിങ്ങൾക്ക് ബോധമൊന്നുമില്ലേ? വെളിവ് പോയാ ഇടയിൽ നിനക്ക് വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സംഭവം എനിക്ക് വന്നൊരു കേസാണ്. NDPS കേസിൽ വണ്ടി പിടിച്ചു, അതായത് ഒരു കാർ. ആ കാർ റിലീസ് ചെയ്ത് കൊടുക്കണം. NDPS കേസ് ഞാൻ സാധാരണ എടുക്കാറില്ല, പക്ഷെ ചില നിരപരാധികൾ ഇതിൽ ഉൾപ്പെടും എന്നുള്ളത് കൊണ്ട് അങ്ങനെ കാര്യങ്ങൾ വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷമേ അത്തരത്തിലുള്ള ഒരു കേസുകൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഈ കേസിൽ പെട്ടു? അയാൾ പറഞ്ഞു, കാസർഗോഡ് നിന്ന് കണ്ണൂരിൽ നിന്ന് അയാൾ മാരുതി ആൾട്ടോ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ജീപ്പ് പോലീസ് വന്ന് ഫ്രണ്ടിൽ വന്ന് വിലങ്ങനെ വന്ന് നിന്ന് ചടപടയെന്ന് പോലീസുകാരന്മാരൊക്കെ ഇറങ്ങി വണ്ടി ഒതുക്കാൻ പറഞ്ഞു. നേരെ വണ്ടിയുടെ ഫുള്ള് പരിശോധിച്ചപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ഡാഷ്ബോർഡിൽ നിന്ന് 2.50 ഗ്രാം MDMA അടങ്ങിയ പാക്കറ്റ് അവർക്ക് കിട്ടി. പക്ഷേ ഞാൻ നിരപരാധിയാണ്. നിങ്ങൾ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയിൽ നിന്നും MDMA പിടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ നിരപരാധിയാവും? സാറേ, ഓണർഷിപ്പ് മാറിയിട്ട് 2 ദിവസമേ ആയിരുന്നുള്ളൂ. അതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു. എൻ്റെ ഓണർഷിപ്പും ഓൺലൈൻ വഴി ഞാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ വണ്ടി വാങ്ങിയ സമയം വണ്ടിയുടെ എഞ്ചിൻ്റെ കണ്ടീഷൻ, ടയറിൻ്റെ കണ്ടീഷൻ, ക്ലച്ച്, ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നല്ല സെറ്റപ്പ് ആയതുകൊണ്ട് അയാൾ വണ്ടി അങ്ങ് വാങ്ങിച്ചു. പക്ഷേ വണ്ടി മുഴുവനായിട്ട് പരിശോധിക്കാനായിട്ട് പറ്റിയില്ല. അതായത് വണ്ടിയുടെ സീറ്റ് കവറോ മറ്റോ ഒക്കെ ഊരിയിട്ട് പരിശോധിക്കാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അങ്ങനെയാണ് ആ പാവം പിടിച്ചവൻ NDPS കേസിൽ അകപ്പെട്ടത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനോടും പ്രേക്ഷകരോടും ഒന്നേ പറയാനുള്ളൂ, സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും വണ്ടിയുടെ ബുക്കും പേപ്പറും എഞ്ചിനും മറ്റെല്ലാ കണ്ടീഷനും നോക്കുന്നതിനോടൊപ്പം തന്നെ ആ വണ്ടി വാരി വലിച്ചിട്ട് പരിശോധിക്കണം. സംശയാസ്പദമായ എന്തെങ്കിലും വസ്തു ഉണ്ടോ എന്ന് നിർബന്ധമായിട്ട് നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളൊരു അധോലോകത്തിൻ്റെ ഭാഗമായിട്ട് മാറും. മയക്കുമരുന്ന് അധോലോകത്തിൻ്റെ. ലാലേട്ടൻ പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, Narcotics is a dirty business.